ദുഃഖ വെള്ളിയാഴ്ചയുടെ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആശംസിക്കുന്നു. ഈ ദുഃഖ വെള്ളിയാഴ്ച ഈ ദിവസത്തെക്കുറിച്ച് പ്രാർത്ഥിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ വളരെ ചെറിയൊരു സന്ദേശം ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ദൈവവചനം വായിച്ചും ഈശോയുടെ പീഡാനുഭവം ഒറ്റിക്കൊടുത്ത സമയം, ശിഷ്യന്മാരെല്ലാം അകന്നു പോകുന്ന സമയം, ഈശോ കുരിശ് ചുമക്കുന്ന സമയം, ഈശോയെ കുരിശിൽ തറച്ച സമയം, ഈശോ മരിച്ചു എന്ന് പറയുന്ന സമയം, ഈശോയെ പരിശുദ്ധ അമ്മയുടെ മടിയിൽ കിടത്തിയ സമയം, അവിടെ നിന്ന് ഈശോയെ കല്ലറയിൽ അടക്കം ചെയ്ത സമയം, ഇത്രയും സമയം വിലയിരുത്തിയതിനു ശേഷം ചില ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഇതോടുകൂടി എല്ലാം തീർന്നു, അവസാനിച്ചു. ദുഃഖ വെള്ളിയാഴ്ച ആ ദിവസത്തെ ദൈവ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ കാണുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ചെയ്യുമ്പോൾ ധാരാളം പേർ ചിന്തിച്ചു കാണും, ഇതോടുകൂടി എല്ലാം അവസാനിച്ചു എന്ന്. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതോടുകൂടി എല്ലാം അവസാനിച്ചു എന്ന് പറയുമ്പോഴും അതിനും അപ്പുറത്തേക്ക് നടത്തുവാനും ചെയ്യുവാനും കഴിവുള്ള ഒരു ദൈവശക്തി നാം തിരിച്ചറിയേണ്ടതുണ്ട്. നാം ഓരോരുത്തരുടെയും ഇപ്പോൾ ആയിരിക്കുന്ന സാഹചര്യത്തെ നോക്കി നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചു കാണും, ഇതോടുകൂടി എല്ലാം അവസാനിച്ചു, തീർന്നു. പക്ഷേ വിശ്വസിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണോ താങ്കൾ? ഇതോടുകൂടി എല്ലാം അവസാനിച്ചിട്ടില്ല. എത്ര വലിയ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും രോഗങ്ങളിലും സഹനങ്ങളിലും നാം ആയിട്ടുണ്ടെങ്കിൽ പോലും ഈ അവസ്ഥയിൽ നിന്നും എല്ലാം മോചിപ്പിക്കാൻ കഴിവുള്ള ദൈവത്തിലാണ് നാം ഓരോരുത്തരും ആശ്രയിക്കുന്നത്. ചെങ്കടലിൽ വഴി തുറന്ന ദൈവം നിനക്ക് അസാധ്യമായ വിഷയത്തിൽ വഴി തുറക്കാൻ പോകുന്നു. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. നാം ഓരോരുത്തരെയും ഇന്നലകളിൽ നമ്മെ നടത്തിയ ദൈവം ഇന്നും ഇനിയും എന്നും നമ്മെ നടത്തും. ജീവിതത്തിൽ പലരും ദയനീയമായി പരാജയപ്പെട്ട് പോയപ്പോഴും അവരുടെ സങ്കടങ്ങൾ കേൾക്കാൻ ഇടയായപ്പോഴും അവരോട് പറഞ്ഞ വാക്കാണ്, ഇന്നലകളിൽ നടത്തിയ ദൈവം, ഇന്നലകളിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായപ്പോൾ പരിഹരിച്ച ദൈവം ഇന്നും ഇനിയും എന്നെ കൈപിടിച്ചു ഉയർത്തും. ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ജോസഫ് എന്ന വ്യക്തിയെ സഹോദരന്മാർ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടപ്പോൾ ആ സമയത്ത് ചിലരെങ്കിലും പറഞ്ഞു കാണും, ഇതോടുകൂടി ഇദ്ദേഹത്തിൻ്റെ കാര്യമെല്ലാം അവസാനിച്ചു. പക്ഷേ ബൈബിൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതൊന്നും അവര് പറഞ്ഞ പ്രകാരം അവസാനിച്ചിട്ടില്ല. വേറൊരു തുടക്കത്തിലേക്കാണ് ദൈവം കൊണ്ടുപോയത്. ജോബിന്റെ പുസ്തകത്തിൽ സഹനങ്ങൾ ഉണ്ടായപ്പോൾ ഭാര്യ പോലും എതിർത്തപ്പോൾ ഭാര്യയ്ക്ക് തോന്നിയിട്ടുണ്ടാകും, ഇതോടുകൂടി എല്ലാം അവസാനിച്ചു എന്ന്. പക്ഷേ 100 ഇരട്ടി ദൈവം ജോബിന്റെ ജീവിതത്തിൽ ഇടപെട്ടത്. ദാനിയേലിന്റെ പുസ്തകത്തിൽ 3 ചെറുപ്പക്കാരെ രാജാവ് തീയിലിട്ടപ്പോൾ അവിടെയും എല്ലാവരും പറഞ്ഞിട്ടുണ്ടാകും, എല്ലാം അവസാനിച്ചു എന്ന്. പക്ഷേ ഇത് വേറൊരു തുടക്കത്തിലേക്കാണ് ദൈവം അവരെ നയിച്ചത്. ദാനിയേലിനെ സിംഹക്കൂട്ടിൽ ഇട്ടപ്പോൾ രാജാവ് പോലും ചിലപ്പോൾ ചിന്തിച്ചു കാണും, ഇതോടുകൂടി ഇവന്റെ ലൈഫ് തീർന്നു എന്ന്. പക്ഷേ അത് വേറൊരു അവസ്ഥയിലേക്കാണ് ദൈവം നടത്തിയത്. ഈ ദുഃഖവെള്ളിയാഴ്ച ഞാൻ നിങ്ങളോട് പറയുന്നു, എല്ലാ വാതിലുകളും അടഞ്ഞ് ദുഃഖങ്ങളാൽ, പ്രശ്നങ്ങളാൽ, സാമ്പത്തിക ഭാരത്താൽ, കുടുംബ
പ്രശ്നങ്ങളാൽ എന്തു ചെയ്യണമെന്നറിയാതെ എല്ലാം അവസാനിച്ചു എന്ന് കരുതുന്നവരാണെങ്കിൽ ഇത് വേറൊരു വലിയൊരു തുടക്കത്തിലേക്ക്, ഉയർച്ചയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കാൻ ദൈവത്തിന് കഴിയും എന്നാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നത്. ജീവിതത്തിൽ പലരും പരാജയപ്പെട്ട് പോയവരുണ്ട്, തകർന്നു പോയവരുണ്ട്, സഹനത്തിൻ്റെ പടുകുഴിയിൽ വീണവരുണ്ട്. ഇവരൊക്കെ ഉയർന്നത് അവരുടെ കഴിവുകൊണ്ടല്ല, മറിച്ച് ദൈവിക കരുണ ഒന്നുകൊണ്ട് മാത്രമാണ്. ലോകത്തിൻ്റെ ചരിത്രവും സാഹചര്യവും നാം ഒന്ന് നോക്കുമ്പോൾ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായപ്പോൾ പരിഹരിച്ചത് ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യരിലൂടെയാണ് പല പ്രശ്നങ്ങളും പരിഹരിച്ചിട്ടുള്ളത്. എനിക്കൊരു ദൈവമുണ്ട്, ആ ദൈവം എന്നെ ഉപേക്ഷിക്കില്ല. ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു ഉത്തമ സ്നേഹിതൻ എല്ലാ സാഹചര്യങ്ങളിലും നമ്മളോടുകൂടെ ഉണ്ടാകാത്ത അവസരങ്ങൾ വരാം. പക്ഷേ എന്നെയും നിങ്ങളെയും പിടിച്ചു നിർത്തുന്ന ദൈവം ഇന്നും എന്നും നമ്മളോടുകൂടെ ഉണ്ടാകും. പലരും ജീവിതത്തിൽ നിന്ന് കരകയറിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഒറ്റ ബോധ്യത്തിൽ നിന്നാണ്. ഈ ബോധ്യമാണ് ഈ ദുഃഖവെള്ളിയാഴ്ച നമുക്ക് ഉണ്ടാകേണ്ടത്. ഈശോ കുരിശെടുത്ത് ആകെ അവശ നിലയിലായി. കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട സമയം അവിടെ നിന്ന പലരും, ചിലപ്പോൾ പടയാളികൾ പോലും ആലോചിച്ചു കാണും എല്ലാം തീർന്നു. പക്ഷേ ഇതിനും അപ്പുറത്തേക്ക് ചില സത്യങ്ങൾ നാം അനുഭവിച്ചവരാണ്. എല്ലാം തീർന്നു എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഉയർപ്പാണ് സംഭവിച്ചത്. നമ്മുടെ ജീവിതത്തിൽ എല്ലാം തീർന്നു എന്ന് പറയുന്ന സമയത്ത് അത് സാഹചര്യമാകാം, സമയമാകാം, മറ്റെന്തുമാകാം, അവിടെ ഒരു ഉയർച്ച, ഒരു മാറ്റം സംഭവിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ ദുഃഖവെള്ളിയാഴ്ച ദിനത്തിൽ ഞാൻ ആശംസിക്കുന്നു.